ഞാനും സൂര്യയും റിലേഷൻഷിപ്പ് തുടങ്ങിയ സമയം മുതൽ നമ്മൾ സ്പോണ്ടേനിയസ് ആയി എടുക്കുന്ന കാര്യങ്ങൾ അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ നമ്മളത് നന്നായി എൻജോയ് ചെയ്യാറുണ്ട്. അങ്ങനെ പെട്ടെന്ന് തോന്നിയ ഒരു കാര്യം നടപ്പിലാക്കിയ ദിവസമായിരുന്നു ഈ കഴിഞ്ഞ സാറ്റർഡേ. ഇന്നത്തെ വ്ളോഗ് അതിനെക്കുറിച്ചാണ്. അപ്പോൾ വീഡിയോ കണ്ടാലോ? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൂവി മാരത്തോൺ ഡേറ്റ് ഒരു യൂഷ്വൽ സാറ്റർഡേ ആയിരുന്നില്ല ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ സാറ്റർഡേ. അതൊരു മൂവി മാരത്തോൺ ഡേ ആയിരുന്നു. കാണാൻ ആഗ്രഹിച്ചിരുന്ന പെൻഡിങ്ങിലുണ്ടായിരുന്ന കുറച്ച് മൂവീസ് എല്ലാം സാറ്റർഡേ തന്നെ കാണാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അതിനുവേണ്ടി ടിക്കറ്റ്സ് എല്ലാം ഫ്രൈഡേ തന്നെ ബുക്ക് ആക്കിയിരുന്നു. അങ്ങനെ ഫസ്റ്റ് മൂവി കാണാൻ ഇടപ്പള്ളി വനിതാ തിയേറ്ററിലാണ് പോയത്. സിനിമ ദുരന്തർ 2 ആയിരുന്നു. കുറച്ച് വൈകിയാലും തിയേറ്ററിൽ തന്നെ ഈ സിനിമ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. രൺവീർ സിംഗിന്റെ ഓറ ഒരു രക്ഷയില്ല. സ്ക്രീനിൽ ഓരോ തവണ എക്സ്ട്രീം വയലൻസ് വരുമ്പോഴും സൂര്യ നഖം വെച്ച് അമർത്തി എന്റെ കയ്യിലെ തൊലി പോയതൊഴിച്ചാൽ ഹൈലി സാറ്റിസ്ഫൈഡ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. വനിതാ ആയതുകൊണ്ട് തന്നെ പഫ്സും ചായയൊക്കെ നോർമൽ പ്രൈസിൽ കഴിക്കാൻ സാധിച്ചത് മറ്റൊരു സന്തോഷം. അങ്ങനെ പടം കഴിഞ്ഞ് പുറത്തിറങ്ങി പടത്തിനെ കുറിച്ച് ചർച്ച നടത്തി. കണ്ണൊക്കെ പൊത്തിരിക്കണ്ടല്ലോ. ദുരന്തരേക്കാളും വയലൻസ് കൂടുതലാണ്. രസമായിട്ട് എന്തായാലും. അടുത്ത സിനിമ കാണാൻ വേണ്ടി സെൻട്രൽ സ്ക്വയർ മാളിലേക്ക് പോയി. ഇപ്പോൾ അടുപ്പിച്ച് 2 ദിവസമായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇന്നലെ വന്നത് വാഴ 2 കാണാനായിരുന്നു. ആദ്യം ഫുഡ് കോർട്ടിലെ KFCയിൽ പോയി 2 ബർഗർ കോംബോ വാങ്ങി കഴിച്ച് വിശപ്പ് മാറ്റി. പടം തുടങ്ങാൻ ഇനിയും കുറച്ച് ടൈം കൂടി ഉള്ളതുകൊണ്ട് താഴത്തെ ഫ്ലോറിലെ ബുക്ക് എക്സ്പോ കാണാൻ പോയി. കുറച്ച് പുതിയ ബുക്സ് എല്ലാം പരിചയപ്പെട്ടു. ചീപ്പ് പ്രൈസിൽ കിട്ടുന്ന പ്ലേസ് വേറെ അറിയണോണ്ട് വാങ്ങാൻ നിന്നില്ല. ഇന്നെന്താ നമ്മുടെ പ്ലാൻ? സിനിമ കാണുകയോ സിനിമ കാണലോട് സിനിമ കാണും. അതിനെന്താ പറയാ? ബാക്ക് ടു ബാക്ക് മൂവി മാരത്തോൺ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടോ? സിനിമ കാണുന്നതന്നെ വളരെ കുറച്ച്. പിന്നെയല്ലേ മാരത്തോൺ. സിനിമ കാണുന്നത് ഇപ്പോഴല്ലേ കുറഞ്ഞത്? അതെ. ഈ 2-3 മാസമായിട്ട് കല്യാണം പ്രമാണം 3 4 മാസം ഉണ്ടാവും. 4 മാസം ഉണ്ട് കല്യാണത്തിന്റെ ഒരു ഇതൊക്കെ. ഇനി നമ്മൾ ബാക്ക് ടു മൂവി വാച്ചിങ്ങിലേക്ക് മാറുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് 3 സിനിമ കാണുന്നത്. അതെ, എത്ര സിനിമ നമ്മൾ കാണാണ്ട് മിസ് ചെയ്ത് വിട്ടതല്ലേ. കാണാണ്ട് ഇൻ ദ സെൻസ് നമ്മൾ തിയേറ്ററിൽ കാണാം. അങ്ങനെ കുറച്ച് വിൻഡോ ഷോപ്പിംഗ് എല്ലാം തീർത്ത് ഒരു ചായ കുടിക്കാൻ വേണ്ടി ഈ ഷോപ്പിൽ കയറി. കൂടുതലൊന്നും പറയുന്നില്ല. നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്നത് ലിറ്ററലി സത്യമായ നിമിഷമായിരുന്നു അത്. ചൂട് ചായ ഊതിയിൽ കുടിക്കാനാണ് കുത്തന് ഇഷ്ടം. പിന്നെ സിനിമ കാണാൻ നേരെ സിനിപോളിസിൽ കയറി. നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് യൂത്ത് മൂവിയാണ്. ഇതിലെ സോങ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലാണ്. ഒരു വയലൻസ് മൂവി കണ്ടു, ഇനി കുറച്ച് ഫീൽ ഗുഡ് ആവാം എന്ന് കരുതിയാണ് ഈ പടത്തിന് കയറിയത്. വിചാരിച്ച പോലെ തന്നെ നല്ല ക്യൂട്ട് മൂവി. ടീനേജ് ലവ്, ഫ്രണ്ട്ഷിപ്പ് എല്ലാമുള്ള നമുക്ക് റിലാക്സ് മോഡിൽ നിന്ന് കാണാൻ പറ്റിയ പടം. അങ്ങനെ മൂവി കഴിഞ്ഞിറങ്ങിയപ്പോൾ ഏകദേശം 8:30. അടുത്ത പടം 10:15. ആ മൂവി കാണാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്. കാരണം അതിന്റെ പ്ലോട്ട് അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് തരുന്ന ഒന്നാണ്. പടം ഒബ്രോൺ മാളിലെ PVRലാണ് കളിക്കുന്നത്. അതുകൊണ്ട് നേരെ ഒബ്രോൺ മാളിലേക്ക് പോയി. പടം കഴിഞ്ഞിറങ്ങുമ്പോൾ എന്തായാലും ലേറ്റ് ആവും. അതുകൊണ്ട് ചെറിയ രീതിയിൽ ഡിന്നർ കഴിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് നേരെ ഫുഡ് കോർട്ടിൽ പോയി മോമോസും മാംഗോ ലൈം സോഡയും കഴിച്ചു. യൂത്ത് സിനിമ എങ്ങനെയുണ്ട്? അത് കഴിഞ്ഞ് നേരെ സിനിമയ്ക്ക് കയറി. സിനിമയുടെ പേര് പ്രൊജക്ട് ഹെയിൽ മേരി എന്നാണ്. ഒരു സ്ലോ പേസിൽ നല്ല കുറച്ച് കോമഡിയുള്ള എക്സൈറ്റ്മെന്റ് തരുന്ന ഇമോഷണലായ ഒരു സയൻസ് ഫിക്ഷൻ മൂവി. നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു സിനിമ. അങ്ങനെ മൂവി മാരത്തോണിലെ ലാസ്റ്റ് മൂവി ഇത്രയും ഒരു അടിപൊളി മൂവി ആയത് നല്ല സന്തോഷം തന്നു. അങ്ങനെ മൂവി മാരത്തോൺ അവസാനിച്ചു. ഇനി നേരെ വീട്ടിലേക്ക് അങ്ങനെ പോകുന്ന വഴിയിൽ ഇന്ന് കണ്ട സിനിമകളെ കുറിച്ച് ഇത്തിരി നേരം സംസാരിക്കാൻ വേണ്ടി ഒരു ചായ കുടിക്കാമെന്ന് കരുതി. എങ്ങനെയുണ്ടായിരുന്നു മൂവി മാരത്തോൺ? അങ്ങനെ ചായയും കുടിച്ച് കുറച്ച് വലിയ സിനിമ വർത്താനങ്ങളും സംസാരിച്ചു കഴിഞ്ഞ ശേഷം വീട്ടിൽ ചെന്ന് കയറി. ഞങ്ങളുടെ ആദ്യത്തെ മൂവി മാരത്തോൺ ഡേറ്റ് ആയിരുന്നു ഇത്. അത് 2 പേരും നന്നായി തന്നെ എൻജോയ് ചെയ്തു. നിങ്ങൾക്കും ഇതൊക്കെ ഇടയ്ക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.